വലിയേരി പാടശേഖരത്ത് ഈ വഴിയിലൂടെയാണ് ഇന്നലെ രാത്രി ആന ഇറങ്ങിയത്. ഇതിലൂടെ വന്ന ആന ഈ മോട്ടോർ ഷെഡിൻ്റെ മോട്ടറുകൾ തകർത്തിട്ടുണ്ട്, അവിടുത്തെ പൈപ്പ് പൊട്ടിച്ചു. അതിനുശേഷം തൊട്ടടുത്തുള്ള ഈ വയലിലൂടെ പിന്നീട് വനമേഖലയിലേക്ക് തന്നെ തിരിച്ചു പോവുകയായിരുന്നു. ഇതിനിടയിൽ ഒരു ഫെൻസിങ്, അതായത് ഈ കർഷകർ തന്നെ ഇവിടെ വെച്ചിട്ടുള്ള ഫെൻസിങ് മരം ഉപയോഗിച്ച് പൊളിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ആ രീതിയിലൊരു നഷ്ടം ഈ വയലുകളിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇന്നാണ് ഇവിടെ കൊയ്ത്ത് മെഷീൻ ഇറങ്ങി കൊയ്ത്ത് നടക്കേണ്ട ദിവസമാണ്. അതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ഈ രീതിയിൽ ആന ഈ മേഖലയിലൂടെയൊക്കെ നടന്ന് ഇങ്ങനെ ആന നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ ഇത് തിന്നാൻ വേണ്ടിയല്ല ആന പ്രധാനമായും വരുന്നത്. പക്ഷേ ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ആ നടക്കുന്ന ഭാഗങ്ങളിലുള്ള നെല്ലുകളൊക്കെ തന്നെ പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ വിവിധ ആളുകളുടെ പല ആളുകളുടെയും വയലുകളിലൂടെ ഇങ്ങനെ ആന നടന്നിട്ടുണ്ട്. ഏകദേശം 18 ഏക്കർ വരുന്ന സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിലായി ഇങ്ങനെ ആന നടക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. ഇത് ആദ്യമായിട്ടല്ല, ഇതിനു മുൻപും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ ആന നശിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും ഈ നെല്ല് മൂപ്പെത്താറാകുമ്പോൾ ഇങ്ങനെ വരുന്നത് വലിയ രീതിയിൽ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെയൊക്കെ ഉടമയായിട്ടുള്ള ശേഖരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് ഇന്നലെ ഉണ്ടായത്? ഇന്നലെ തന്നെ സാധാരണ വരുമ്പോൾ നമ്മൾ ഫെൻസിങ് ഒക്കെ ഇട്ടുണ്ട്, ഫോറസ്റ്റിൻ്റെ ഫെൻസിങ് ഒക്കെ ഉണ്ട്. അവരും രാത്രിയൊക്കെ വന്നിട്ട് 10-11 മണി വരെയൊക്കെ വാച്ചർമാരും ഫോറസ്റ്റൊക്കെ അവരും ഗ്രൗണ്ടിങ് ഒക്കെ ഉണ്ട്. അതിന് ശേഷമുള്ള വരവാണ് വന്നത്. ഇത്ര കാലം ഒരെണ്ണമാണ് ഉണ്ടായിരുന്നത്, ഇപ്പം ഇന്നലെ 2 വന്നിട്ടുണ്ട്. 2 ആനകളുണ്ട്. ആ ചരിഞ്ഞു പോകുമ്പോഴും ചീളിക്കുമ്പോൾ രണ്ടും കൂടി ഇന്നലെ വന്നിട്ട് അവർ മറ്റേ ഫോറസ്റ്റിൻ്റെ ഫെൻസിങ്ങിൽ വലിയൊരു മരം തൂക്കി ഇട്ടിരിക്കുകയാണ്. ആ ഭാഗത്തുണ്ട് വലിയ മരം, അതിന് മേൽ തൂക്കി ഇട്ടിട്ടാണ് അത് കടന്നിട്ടാണ് നമ്മുടെ ഫെൻസിങ് തട്ടിങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇന്ന് കൊയ്ത്ത് നടക്കേണ്ടതാണ്. അവർ വാച്ചർമാരൊക്കെ ഇവിടുന്ന് പോകുമ്പോൾ ഏകദേശം ഒരു 12-1 മണിക്കാണ് അവർ ഇവിടുന്ന് പോയത്. അതിന് കഴിഞ്ഞിട്ടാണ് സാധനം വന്നത്. അവർ രാത്രി എപ്പോഴും വാച്ചറൊക്കെ 2 ഷിഫ്റ്റ് വന്നു പോകുന്നുണ്ട്. അവർ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത് വലിയൊരു ഭീമമായ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഏതായാലും കഴിഞ്ഞ ദിവസത്തെ അത്ര പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. അന്ന് അങ്ങനെ അതിനെ നടന്നു പോകുകയെന്ന് മാത്രം. ഇത് ഈ നെല്ലുകൾ ഇപ്പം ഈ വളഞ്ഞത് അധികം തിന്നില്ല, നടന്ന യാത്ര അങ്ങനെ പോകണതാണ്. കഴിഞ്ഞ ദിവസം ഈ പാടത്തിന്റെ തന്നെ മറ്റൊരു ഭാഗത്താന്ന് തോന്നുന്നത് വലിയ രീതിയിൽ ആ ഭാഗത്തൊക്കെ വന്ന് നേരത്തെയുള്ള പച്ചകളൊക്കെ അങ്ങനെ തിന്നിട്ട് പോയി. ഒരു കണ്ടം തന്നെ കാലിയാക്കി 20 അപ്പുറത്ത്. ഇന്ന് കൊയ്ത്ത് നടക്കുകയാണ്. അന്ന് കൊയ്ത്ത് നടക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയൊരു നാശനഷ്ടം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം 18 ഏക്കറിന്റെ വിവിധ ഭാഗങ്ങളിൽ ആന വരികയും തിന്നുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് അത്ര വലിയ നഷ്ടം ഉണ്ടായിട്ടില്ല, എങ്കിലും ഈ മേഖലയിലൂടെയൊക്കെ ആന നടന്നു പോകുന്നത് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ ആശ്വാസം എന്ന് പറയുന്നത് ഇന്നത്തോടെ കൊയ്ത്ത് കഴിയും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഉണ്ടാകാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾക്കൊക്കെ ഒരു അറുതി വരും, അല്ലെ? അങ്ങനെ ഒരു ആശ്വാസത്തിൽ കൂടിയാണ് കർഷകർ. AV മുകേഷിനൊപ്പം ഗോകുൽ BS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.